Praise the Lord. Hallelujah. വൈകിയ വേളി സന്തോഷമുള്ളവരൊക്കെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah. ഒരു പ്രാവശ്യം കൂടി ചിത്രീയമായിട്ട് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് നൽകിയ കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ആ നല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായവന് Hallelujah. ദൂതന്മാരും സകല സൃഷ്ടികളും ആരാധിക്കുന്നവനെ ഈ വൈകിയ വേളയിൽ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ അന്തരംഗം തുറന്ന് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ സകല നന്മകളെ ഓർത്തുകൊണ്ട് അവൻ വലിയവനാകിയ സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ? എല്ലാ ധൈര്യങ്ങളും കർത്താവിനെ സ്തുതിക്കണം. സകല സ്തോത്രത്തിന് യോഗ്യൻ അവൻ മാത്രം. സ്തുതികൾക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രം. പുകഴ്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രം. ഓ താങ്ക് യു ജീസസ്. ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. താങ്ക് യു ജീസസ്.
സകല പുകഴ്ചയ്ക്കും യോഗ്യൻ അവൻ മാത്രമാണ്. രാത്രികാലം നമ്മുടെ കൂടെ ഇരിക്കാവുന്ന വാക്ക് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിലാണ്. ഒരു കാലത്തും മാറാത്ത, ഒരു കാരണത്താലും നമ്മളെ കൈവിടാത്ത ആ നല്ല കർത്താവിന്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. Because
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും എന്റെ കർത്താവ് കരത്തിൽ പിടിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വന്നതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവൻ എന്റെ കൈക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ, അവൻ എനിക്ക് വേണ്ടി കരുതിയില്ലായിരുന്നുവെങ്കിൽ, അവന്റെ ചിറകിന്റെ മറവിൽ നമ്മളെ മറച്ചില്ലായിരുന്നെങ്കിൽ, രാത്രികാലം നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയും ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്തം തന്ന ദൈവം. വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാവുന്ന ദൈവമല്ല. അവൻ ഉവെന്ന് പറഞ്ഞ ഉവെന്ന് പറഞ്ഞത് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. രാത്രികാല കർത്താവിനെ കരുതൽ ഒന്നുകൂടെ പറയാൻ കഴിയുമ്പോൾ, കർത്താവ് അവിടെ നിന്നെ പരിപാലിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇടച്ചിറകിന്റെ മറവിൽ നിന്നെ മറച്ചു നിർത്തുന്നതിനായി നന്ദി പറയുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റിന്റെ നടുവിലും ഭേമാരിയുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും അവൻ നടത്തിയ കർത്താവിന്റെ വിധങ്ങളുടെ നിമിഷമാണ്. തിരമാലകൾ ജീവിതം നേരെ ആഞ്ഞടിക്കത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞത്. അതിന്റെ നടുവിൽ ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. Sa